പാലക്കാട്ട് പോലീസ് പിന്തുടരുന്നതിനിടെ ബൈക്കിലെ പെട്രോൾ കഴിഞ്ഞുപോയി. പക്ഷേ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആ പിന്തുടരുന്നതിന്റെ കാരണം എന്നത് MDMA-യുമായി കടന്ന യുവാവായിരുന്നു ഇയാൾ. 180 ഗ്രാം MDMA ആണ് ഇയാൾ ഇന്ന് പിടികൂടിയത്. കോട്ടയം സ്വദേശി മനു എസ് നായരാണ് പോലീസിന്റെ പിടിയിലായത്. പോലീസ് പിന്തുടരുന്നത് മനസ്സിലാക്കിയതോടെ ഇയാൾ അതിവേഗത്തിൽ കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ബൈക്കിലെ പെട്രോൾ തീർന്നുപോയത്. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, വിവരങ്ങൾ പറയും. അതായത് ഇത്രയും ഗതികെട്ട ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരൻ ഉണ്ടാകുമെന്നുള്ളതാണ് സംശയം. കാരണം ബൈക്കിൽ വരുന്നു, പോലീസ് വരുന്നു, പിന്തുടരുന്നു. ഈ ചേസിനിടയിൽ പെട്രോൾ തീർന്ന് വാഹനം നിന്നു പോകുന്നു. ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നു. കോയമ്പത്തൂരിൽ നിന്ന് 150 ഗ്രാം MDMA-യുമായാണ് ഇയാൾ പോയത്. എടപ്പാളിൽ ഇത് വിൽക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച് രഹസ്യ വിവരം കിട്ടിയിരുന്നു. അങ്ങനെ ഡാൻസ് ഓഫ് ടീമും മറ്റു പോലീസും അടങ്ങുന്ന ഒരു സംഘം വാളയാറിൽ ഇയാളെ കാത്തിരുന്നിരുന്നു. അങ്ങനെ പിന്തുടരുന്നു. ഏകദേശം മുണ്ടൂരെത്തിയപ്പോൾ ഇയാൾക്ക് മനസ്സിലായി പോലീസ് തന്നെ പിന്തുടരുന്നുണ്ടെന്നും പിടി വീഴുമെന്നും ഇയാൾ ഉറപ്പിച്ചപ്പോൾ ബൈക്കിന്റെ വേഗം കൂട്ടി കടന്നു കളയാനാണ് ശ്രമിച്ചത്. പോലീസ് ഒരു സുരക്ഷിത ദൂരത്തിൽ നിന്ന് ഇയാളെ പിന്തുടർന്നിരുന്നു. അതിനിടയിൽ ഇയാളുടെ ബൈക്കിലെ പെട്രോൾ തീരുകയും ഇയാൾ കരിമ്പയിൽ വെച്ച് വാഹനം നിന്നു പോവുകയും തീരാറായി എന്ന് ഇയാൾക്ക് അറിയില്ല. ഇയാളുടെ വാഹനം തന്നെ അതോ മോഷ്ടിച്ച വാഹനം വല്ലതും ആണോ, അതോ ഒരു ഗതിയുമില്ലാത്ത ഒരാൾ MDMA കടത്തി ക്രിമിനൽ സ്വഭാവത്തോടുകൂടി പണം സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണോ? പോലീസ് എന്നാണ് ഇതേക്കുറിച്ച് പറയുന്നത്. ഈ വാഹനം ഏതാണ് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഈ ചേസ് എന്നൊക്കെ പറയുമ്പോൾ ഇത് വാളയാറിൽ നിന്ന് കരിമ്പോര അത്യാവശ്യം നല്ല ദൂരമുണ്ട്, 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ അടിക്കാത്തതാണോ, ഇനി കയ്യിൽ പൈസ ഇല്ലാത്തത് പെട്രോൾ അടിക്കാത്തതാണോ എന്തായാലും അറിയില്ല. ഏതായാലും ഒരു ഗതിയുമില്ലാത്ത ഒരുപക്ഷെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനാകാം. ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പെട്രോൾ മോഷ്ടിച്ച വാഹനമാണെങ്കിൽ ആൾക്ക് പെട്രോൾ അടിക്കാമല്ലോ. പക്ഷേ ഈ 150 ഗ്രാം MDMA എന്ന് പറയുമ്പോൾ അത് കരിഞ്ചന്തയിൽ വലിയ വില കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഏതായാലും അയാൾ അതിന് പെട്രോൾ അടിച്ചില്ല. അത് പക്ഷേ ഈ ദൂരം കൊണ്ടാകാം. കാരണം വാളയാറിൽ നിന്ന് കരിമ്പോര എന്ന് പറയുമ്പോൾ നല്ല ദൂരമുണ്ട്, അത്യാവശ്യം 50 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത്ര നിറച്ചിട്ടുണ്ടാകില്ല. ഏതായാലും പിടി വീണു. ഏതായാലും പെട്രോൾ തീർന്നത് നന്നായി ഒരു കണക്കിന്. കാരണം അതുകൊണ്ടാണ് പോലീസിന് ഇയാളെ പിടിക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ വളരെ വേഗത്തിൽ പോലീസിന് പോയ പിന്തുടർന്നൊക്കെ ഇയാളെ പിടിക്കേണ്ടി വരുന്നു. അതെ, നല്ല റോഡാണ്, അമിത വേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡാണ്. പക്ഷേ പെട്രോൾ പമ്പ് ആവശ്യത്തിന് എല്ലായിടത്തുമുള്ള അന്തർ സംസ്ഥാന പാതയാണ്. അവിടെയാണ് 50 കിലോമീറ്ററോളം ചേസ് ചെയ്ത് ഒടുവിൽ പെട്രോൾ തീർന്നപ്പോൾ ഇയാളെ പോലീസ് പിടികൂടിയത്. 180 ഗ്രാം MDMA ആണ് ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നത്.